കമ്പയറിംഗ് ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ എക്സസൈസ് 8.1 ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തത് എന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് ഫൈൻഡിങ് ദ ഇൻക്രീസ് ഓർ ഡിക്രീസ് പെർസെൻറ്റേജ് എങ്ങനെ കാണാമെന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇവിടെ പ്രൈസ് ഓഫ് എ സ്കൂട്ടർ വാസ് ₹34,000 ലാസ്റ്റ് ഇയർ. ഇറ്റ് ഹാസ് ഇൻക്രീസ്ഡ് ബൈ 20% ദിസ് ഇയർ. അപ്പോൾ വാട്ട് ഈസ് ദ പ്രൈസ് നൗ? ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതായത് ഇവിടെ പ്രൈസ് ലാസ്റ്റ് ഇയറിലുള്ള പ്രൈസ് പ്രൈസ് ഓഫ് സ്കൂട്ടർ 34,000 ആണ്. 34,000 തന്നിട്ടുണ്ട്. ഇൻക്രീസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ ഇത് നമുക്ക് രണ്ട് മെത്തേഡിൽ ചെയ്യാം. ആദ്യം ഒന്നുമില്ലെങ്കിൽ 34,000-ന്റെ അതായത് 20% ഇൻക്രീസ് എത്രയാണെന്നുള്ളത് കാണുക. അതിനുശേഷം ന്യൂ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഇൻക്രീസ് പ്രൈസും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ടെക്സ്റ്റിൽ രണ്ട് മെത്തേഡ് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ രണ്ടാമത്തെ മെത്തേഡാണ് പറയുന്നത്. നമുക്ക് ഡയറക്റ്റ് എങ്ങനെ ചെയ്യാമെന്ന്. അതായത് പ്രൈസ് ഓഫ് സ്കൂട്ടർ ഇപ്പോൾ ഉള്ള പ്രൈസ് എത്രയാണെന്നുള്ളത് നമുക്ക് എങ്ങനെ കാണാമെന്ന് വെച്ചാൽ ഇവിടെ 20% ആണുള്ളത്. അപ്പോൾ ആ 100 അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. 100 + 20 എന്ന് പറയുന്നത് 120 ആയി. അപ്പോൾ ഇൻക്രീസ് പെർസെൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക, 100ൻ്റെ കൂടെ ആഡ് ചെയ്യുക. ഇനി ഡിക്രീസ് പെർസെൻ്റ് ആണ് നമുക്ക് കാണേണ്ടതെങ്കിൽ 100ൽ നിന്ന് എത്ര പെർസെൻറ്റേജ് ആണോ നമുക്ക് തന്നിട്ടുള്ളത് അത് മൈനസ് ചെയ്തിട്ട് വേണം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻക്രീസ് പെർസെൻ്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ എത്ര ഇൻക്രീസ് പ്രൈസ് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഇൻക്രീസ്ഡ് പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എങ്ങനെ കിട്ടും? അതായത് ഇപ്പം നമ്മുടെ പെർസെൻറ്റേജ് 120 ആയി. അപ്പോൾ എത്രയാ, 34,000-ന്റെ 120/100 ചെയ്ത് കഴിഞ്ഞാൽ ഇൻക്രീസ്ഡ് പ്രൈസ് എത്രയാണെന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും. ഇനി നമ്മൾ 20/100 ആണ് ചെയ്യുന്നതെങ്കിൽ ആ കിട്ടുന്ന ആൻസർ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് എളുപ്പമുള്ള മെത്തേഡ്. 0 ക്യാൻസൽ ചെയ്ത് ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. 34 × 12 6 4 3. അപ്പോൾ 408 ആണ് കിട്ടുന്നത്. 408 എത്ര 0 ഉണ്ട്? 2 6. അപ്പോൾ 40,800. അപ്പോൾ 34,000 ആയിരുന്നു ഉണ്ടായിരുന്നത് ഇൻക്രീസ്ഡ് പ്രൈസ്. ഇപ്പോൾ ഉള്ള പ്രൈസ് അതായത് ലാസ്റ്റ് ഇയർ ഇറ്റ് ഹാസ് ഇൻക്രീസ്ഡ് ബൈ 20% ദിസ് ഇയർ. വാട്ട് ഈസ് ദ പ്രൈസ് നൗ? ഇനി ഇതേ ക്വസ്റ്റ്യൻ ഡിഗ്രീസ് പെർസെൻ്റ് ആണ് നമുക്ക് കാണേണ്ടതെങ്കിൽ, ഇപ്പോൾ ഡിഗ്രീസ് പെർസെൻ്റ് ആണെങ്കിൽ ഡിഗ്രീസ്ഡ് പ്രൈസ് ആണ് കാണേണ്ടതെങ്കിൽ അപ്പോൾ ഡിഗ്രീസ് പെർസെൻറ്റേജ് കാണണം നമുക്ക്, അല്ലേ? അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ 100-ന്ന് 20 മൈനസ് ചെയ്യുക. 100-ന്ന് 20 മൈനസ് ചെയ്യുകയാണെങ്കിൽ 80 ആണ് കിട്ടുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ 34,000 × 80/100 ചെയ്ത് കഴിഞ്ഞാൽ ഡിഗ്രീസ്ഡ് പ്രൈസ് എത്രയാണെന്നുള്ളത് കിട്ടും. അത് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലെ ചെയ്യുക. ഇൻക്രീസ്ഡ് ആണെങ്കിൽ 100-ൻ്റെ ഒപ്പം ആഡ് ചെയ്യുക. അതുപോലെ ഡിഗ്രീസ്ഡ് ആണെങ്കിൽ 100-ൽ നിന്ന് മൈനസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ അതുപോലെ തന്നെയുള്ള വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളിപ്പോൾ ഇൻക്രീസ്ഡ് പെർസെൻ്റ് ആണ് ചെയ്തത്. ഇനി ഡിഗ്രീസ്ഡ് പെർസെൻ്റ് ആകുമ്പോൾ എങ്ങനെയാണ് പ്രൈസ് കാണേണ്ടത്? ദ പ്രൈസ് ഓഫ് എ സ്കൂട്ടർ വാസ് 34,000 തന്നെ. ഡിഗ്രീസ്ഡ് പെർസെൻറ്റേജ്, ഇപ്പോൾ ഇവിടെ ഡിഗ്രീസ് പെർസെൻറ്റ് തന്നിട്ടുള്ളത് 5 ആണ്. 5%. അപ്പോൾ 5 ഡിഗ്രീസ് ആയതുകൊണ്ട് 100-ന്ന് മൈനസ് ചെയ്യുക. ഇൻക്രീസ് ആണെങ്കിൽ ആഡ് ചെയ്യുക, ഡിഗ്രീസ് ആണെങ്കിൽ മൈനസ് ചെയ്യുക. അപ്പോൾ 100 - 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 95 കിട്ടും. അപ്പോൾ ഇവിടെ പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് ഇപ്പോൾ ഉള്ള പ്രൈസ് ആണ് നമുക്ക് കാണേണ്ടത്. 34,000 × 95/100 ചെയ്യുക. 95/100 ഇവിടെ 0 ക്യാൻസൽ ആയി. 34-നെ 95 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 95 2 70 36 3 30. അപ്പോൾ 3 2 3 2 3 0. ഇവിടെ ഒരു 0 ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിഗ്രീസ് ആയിട്ടുള്ള പ്രൈസ്. 34,000-ന് 5% കുറഞ്ഞപ്പോൾ ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറയുന്നത് 32,300. അപ്പോൾ അതുപോലെ ഡിഗ്രീസ് പെർസെൻറ്റ് ഇൻക്രീസ് പെർസെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ 100-ന്ന് എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് ആൻസർ കിട്ടും. അടുത്തത് നമുക്ക് കുറച്ച് ഫോർമുലാസ് നോക്കാം. അതായത് ഡിസ്കൗണ്ട്. എന്താണ് ഡിസ്കൗണ്ട്? ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക്ഡ് പ്രൈസ് മൈനസ് സെയിൽ പ്രൈസ്. മാർക്ക്ഡ് പ്രൈസ് മൈനസ് സെയിൽ പ്രൈസ് ആണ്. അപ്പോൾ ഈ ഒരു ഫോർമുല നമ്മൾ പഠിച്ചു നോക്കണം. അതായത്
ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് മാർക്കഡ് പ്രൈസ് മൈനസ് സെയിൽ പ്രൈസ്. എന്താണ് ഈ മാർക്കഡ് പ്രൈസ്? ഇപ്പോൾ നമ്മൾ ഒരു ഡ്രസ്സ് വാങ്ങാൻ പോയി, അപ്പോൾ അവർ പറയുന്നു ഇതിപ്പോൾ 400 റുപ്പീസ് അതിൻ്റെ മേലെയുണ്ട്, ഡ്രസ്സിൻ്റെ മേലെ. എന്നിട്ട് നമ്മൾ വാങ്ങുന്നത് 300 റുപ്പീസിനാണെങ്കിൽ അവിടെ നമുക്ക് എത്ര റുപ്പീസ് ഡിസ്കൗണ്ട് കിട്ടി? അതായത് 100 റുപ്പീസ് ഡിസ്കൗണ്ട് കിട്ടി. അതെങ്ങനെയാണ് കിട്ടിയത്? ഇപ്പോൾ 400 ആണ് ആ ഡ്രസ്സിൻ്റെ മേലെയുള്ള മാർക്കഡ് പ്രൈസ് എങ്കിൽ നമുക്ക് അവർ തരുന്നത് 300 റുപ്പീസ് ആണ്. അത് മൈനസ് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 100. അപ്പോൾ ഈ 100 ആണ് അവിടെ ഡിസ്കൗണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് മാർക്കഡ് പ്രൈസ് മൈനസ് സെയിൽ പ്രൈസ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ 50% ഡിസ്കൗണ്ട് അങ്ങനെ കാണും അല്ലേ? അങ്ങനെയാണ് ഈ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എങ്ങനെയാണ് കാണുക? ഡിസ്കൗണ്ട് പെർസെൻറ്റ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ബൈ മാർക്കഡ് പ്രൈസ് ഇൻറ്റു 100. അപ്പോൾ ഇങ്ങനെയുള്ള ഫോർമുല നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് നമുക്ക് കാണണമെങ്കിൽ ഡിസ്കൗണ്ട് ബൈ മാർക്കഡ് പ്രൈസ് ഇൻറ്റു 100. ഇനി അതുപോലെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. പ്രോഫിറ്റ്. എന്താണ് പ്രോഫിറ്റ്? നമുക്കറിയാം പ്രോഫിറ്റ് അല്ലേ? നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങി, അത് നമുക്ക് വാങ്ങിയ വിലയിനേക്കാളും കൂടുതൽ വിലയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലാഭം ഉണ്ടാവുള്ളൂ. ഇപ്പം ഒരു 240 റുപ്പീസിന് നമ്മളൊരു സാധനം വാങ്ങി, 280 റുപ്പീസിനാണ് വിൽക്കുന്നതെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ലാഭം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ വാങ്ങിയ പ്രൈസിന് നമ്മൾ എന്ത് പറയും? കോസ്റ്റ് പ്രൈസ് എന്ന് പറയും. വിറ്റ പ്രൈസിന് നമ്മൾ എന്ത് പറയും? സെയിൽ പ്രൈസ്. അപ്പോൾ സെയിൽ പ്രൈസ് കൂടുതലും കോസ്റ്റ് പ്രൈസ് കുറവാണെങ്കിൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പോൾ എത്രയാണ് പ്രോഫിറ്റ് എന്നുള്ളത് നമുക്ക് എങ്ങനെ കിട്ടുക? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെയിൽ പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. അപ്പോൾ സെയിൽ പ്രൈസ് ഞാൻ ഷോർട്ടാക്കിയിട്ട് എഴുതുന്നതാണ് SP മൈനസ് CP. CP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് പ്രൈസും SP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽ പ്രൈസും. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് SP മൈനസ് CP ആണ്. ഇനി നമുക്ക് ലോസ്. അത് നിങ്ങൾക്കിപ്പം മനസ്സിലായി. ഇത് കൂടുതലും ഇത് കുറവുമാണെങ്കിൽ നമുക്ക് എന്തായി? ലോസായി. നമ്മൾ വാങ്ങിയ വിലയിനേക്കാളും കുറച്ചിട്ടാണ് നമ്മൾ വെക്കുന്നത്, നമുക്ക് എന്തായാലും നഷ്ടമാണ്. അപ്പോൾ എപ്പോഴും ലോസ് വരുമ്പോൾ CP ആയിരിക്കും വരുന്നത്. CP മൈനസ് SP. ഇനി ഇതിനെ രണ്ടിനെ നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് കാണാം, അതായത് പെർസെൻറ്റേജ് കാണാം. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100 ആണ്. അതായത് പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഇനി ലോസ് പെർസെൻറ്റേജ് കാണാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോസ് ബൈ CP ഇൻറ്റു 100. രണ്ടിലും ഡിനോമിനേറ്ററിൽ CP തന്നെയാണ് വരിക, അത് മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100. ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോസ് ബൈ CP ഇൻറ്റു 100. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100. ഇനി നമുക്കിപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജും CPയും തന്നു. ഇത് രണ്ടും തന്നിട്ട് നമ്മളോട് SP കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട് ചെയ്യാം. അതായത് SP ഈക്വൽ ടു 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു CP ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്, അതായത് ഇത് രണ്ടും തന്നിട്ട് നമ്മളോട് SP കാണണം, നമുക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ SP കാണണം എന്നുണ്ടെങ്കിൽ, അതായത് സെയിൽ പ്രൈസ് കാണണമെങ്കിൽ ഈ ഒരു ഫോർമുല നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിലേക്കൊന്നും പോവാണ്ട് നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് ചെയ്യാൻ കഴിയും. അതായത് 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു CP. ഇനി നമുക്ക് ലോസ് പെർസെൻറ്റേജും CPയും ആണ് തന്നിട്ടുള്ളതെങ്കിൽ ഇവിടെ മൈനസ് വരും, അത്രയേ ഉള്ളൂ. ബാക്കി ഫോർമുല സെയിം ആണ്. SP ഈക്വൽ ടു 100 മൈനസ് ലോസ് പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു CP. അപ്പം ഇങ്ങനെയാണ് വരിക. ഇത്രയും ഫോർമുലാസ് നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഇവിടെ നമുക്ക് അറിയാം, നമ്മൾ നേരത്തെ ഇൻക്രീസ് പെർസെൻറ്റേജും ഡിഗ്രീസ് പെർസെൻറ്റേജും കാണുമ്പോൾ ഇൻക്രീസിന് എന്താ ചെയ്തത്? 100ൻ്റെ കൂടെ ആഡ് ചെയ്തു. ഡിഗ്രീസ് ആണെങ്കിലോ 100ന് മൈനസ് ചെയ്തു. അതേ തന്നെയാണ് ഇവിടെ. അപ്പോൾ അവിടെ നമുക്ക് ഇത് രണ്ടും തന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് SP കാണാൻ വേണ്ടി 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു CP. അതുപോലെ ലോസ് പെർസെൻറ്റേജ് ആണ് തന്നതെങ്കിൽ 100 മൈനസ് ലോസ് പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു CP ചെയ്യാം. ഫോർമുലാസ് അറിയെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്യാൻ കഴിയും. എക്സസൈസ് 8.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. എ മാൻ ഗോട്ട് എ 10% ഇൻക്രീസ് ഇൻ ഹിസ് സാലറി. ഇഫ് ഹിസ് ന്യൂ സാലറി ഈസ് 1,54,000 ഫൈൻഡ് ഈസ് ഒറിജിനൽ സാലറി. അപ്പോൾ ഇവിടെ നമുക്ക് ഒറിജിനൽ സാലറിയാണ് കാണേണ്ടത്. ഇൻക്രീസ് ചെയ്ത സാലറി തന്നിട്ടുണ്ട്. എത്ര? 10%. ഒറിജിനൽ സാലറിയുടെ 10% ഇൻക്രീസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്, 1,54,000. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും? എക്സ് ആയിട്ട് എടുക്കും. ലെറ്റ് ദ ഒറിജിനൽ സാലറി
ബി എക്സ്. ഒറിജിനൽ സാലറി ബി എക്സ്. ഇനി എന്താ നമുക്ക് തന്നിട്ടില്ല, എക്സിന്റെ 10% ഇൻക്രീസ് ആണ് എത്ര ആവും? എക്സിന്റെ 10% ഇൻക്രീസ് ആണ് 1,54,000 അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. എന്ത് ചെയ്യുക? ഇൻക്രീസ് ആണ്. ഇൻക്രീസ് ആവുമ്പോൾ എന്ത് ചെയ്യുക? 100ന്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പം നമുക്ക് ഡയറക്റ്റ് ഒറിജിനൽ സാലറി കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ എക്സിന്റെ നമുക്ക് ഒറിജിനൽ സാലറി എക്സ് ആണ് കാണേണ്ടത്. എക്സിന്റെ 10% ഇൻക്രീസ് ആയതുകൊണ്ട് 100ന്റെ കൂടെ ആഡ് ചെയ്തു 110 ഡിവൈഡ് ബൈ 100 ഈക്വൽ ടു 1,54,000 അല്ലേ? അപ്പം ഇങ്ങനെയുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇതിനെ ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യാം. എക്സ് ഇൻറ്റു 110 ഈക്വൽ ടു 1,54,000. ഇനി എക്സ് ആണ് നമുക്ക് കാണേണ്ടത്. 1,54,000 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 110. അപ്പോൾ ഇവിടെ 0 ക്യാൻസലായി. 11 154ൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 154ൽ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 11 44. അപ്പോൾ 14 ആണ്. 154നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 14 ആണ് വരുന്നത്. ബാക്കി സീറോസ് അതുപോലെ ഉണ്ടാവും, 3 സീറോസ്. ഇനി 3 സീറോ, ഇവിടെ ഒരു സീറോ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ 1 lakh, അതായത് 3 സീറോ, ഇവിടെ ഒരു സീറോ ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ആൻസർ. 1,40,000 കിട്ടും. 1,40,000 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഒറിജിനൽ സാലറി ഇത്രയായിരുന്നു. അതിൻ്റെ 10% ഇൻക്രീസ് ആണ് 1,54,000. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് 100 കൊണ്ട് ആഡ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് ആൻസർ തന്നെ കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓൺ സൺഡേ 845 people went to zoo. On Monday only 169 people went. What is the percent decrease in the people visiting the zoo on Monday? ഇവിടെ നമുക്ക് ഡിഗ്രീസ് പെർസെൻറ്റേജ് ആണ് കാണുന്നത്. ഇതുവരെ നമ്മൾ ഡിഗ്രീസ് പെർസെൻറ്റേജ് തന്നിട്ട് പ്രൈസ് ഒക്കെ ആയിരുന്നു കണ്ടുപിടിച്ചത്. ഇവിടെ നമുക്ക് ഡിഗ്രീസ് പെർസെൻറ്റേജ് ആണ് കാണേണ്ടത്. നമുക്കറിയാം പെർസെൻറ്റേജ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? എത്ര ആൾക്കാർ, അതായത് എത്ര ടോട്ടൽ ഉണ്ട്, അതിൽ നിന്ന് ഇപ്പോൾ ഉള്ളത് എത്ര ഇൻറ്റു 100. അതുപോലെ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് പീപ്പിൾ went to zoo on Sunday. സൺഡേ എത്ര പേര് പോയിരുന്നു? സൺഡേ എന്ന് പറയുന്നത് 845. സൺഡേ ആണ് കൂടുതൽ ആൾക്കാർ പോയത്. മൺഡേ ആകുമ്പോഴേക്കും കുറഞ്ഞു അല്ലേ? നമ്പർ ഓഫ് പീപ്പിൾ went to zoo on മൺഡേ എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട് 169. അപ്പോൾ എത്ര ആൾക്കാർ കുറഞ്ഞു എന്നുള്ളത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അത് ഡിവൈഡ് ബൈ മൊത്തം എത്ര ആൾക്കാർ ഉണ്ടായിരുന്നു അതേ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിഗ്രീസ് പെർസെൻറ്റേജ് കിട്ടും. അപ്പോൾ ഡിഗ്രീസ് ഇൻ നമ്പർ ഓഫ് പീപ്പിൾ ഈക്വൽ ടു ഡിഗ്രീസ് ഇൻ നമ്പർ ഓഫ് പീപ്പിൾ ഈക്വൽ ടു എങ്ങനെയാണ് നമുക്ക് ഡിഗ്രീസ് കാണാം? 845 ആയിരുന്നു സൺഡേ ഉണ്ടായിരുന്നത്. മൺഡേ ആകുമ്പോഴേക്കും 169 ആയി. അപ്പോൾ എത്ര ആൾക്കാർ കുറഞ്ഞു എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കണം. 845 മൈനസ് 169. 845 169 മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 6, ഇവിടെ 7, അതുപോലെ ഇവിടെ 6. അപ്പോൾ 676 ആണ് കിട്ടുന്നത്. 676 പീപ്പിൾ കുറഞ്ഞു. ഇനി ഡിഗ്രീസ് പെർസെൻറ്റേജ് നമുക്ക് കാണണം. ഡിഗ്രീസ് പെർസെൻറ്റേജ് ഈക്വൽ ടു എത്ര ഡിഗ്രീസ് ആയത്? 676 ഡിവൈഡ് ബൈ എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? 845. അതേ ഇൻറ്റു 100 ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഇനി ഇതിൽ നമുക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനേക്കാളും എളുപ്പം എങ്ങനെ ചെയ്യാം? നമുക്കത് ക്യാൻസൽ ചെയ്ത് നോക്കാം. ക്യാൻസൽ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ. അപ്പോൾ ക്യാൻസൽ ചെയ്യുന്ന മെത്തേഡ് പഠിച്ചു വെക്കണം. അപ്പോൾ 845 ഇൻറ്റു 100. ഇവിടെ നോക്കുകയാണെങ്കിൽ 5ലാണ് അവസാനിക്കുന്നത്. നമുക്കറിയാം 5ൽ അവസാനിക്കുന്ന നമ്പേഴ്സിനെ എല്ലാം എന്ത് ചെയ്യാൻ പറ്റും? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ രണ്ടിലും 5 എന്ന നമ്പർ കോമൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ 5 കൊണ്ട് ആദ്യം ഡിവൈഡ് ചെയ്യാം. എങ്ങനെ 5 കൊണ്ട് ഡിവൈഡ്? 8ൽ 5 1 ടൈം. 34ൽ 5 6 5 are 30. ഇനി 45 ആണുള്ളത്. 45ൽ 5 9. ഇവിടെ ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 20 ആണ് നമുക്ക് കിട്ടുക. ഇനി 169നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 676 കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇത് 4 കൊണ്ട് ക്യാൻസൽ ചെയ്യും.
അപ്പോൾ ഇവിടെ 80%, 4 into 20 എന്ന് പറയുന്നത് നമുക്ക് 80%. അപ്പോൾ പെർസെൻറ്റേജ് ഡിഗ്രീസ് എന്ന് പറയുന്നത് 80% ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, പെർസെൻറ്റേജ് ആണ്, നമുക്ക് ഡിഗ്രീസ് പെർസെൻറ്റേജ് ആണ് കാണേണ്ടത്. അതുകൊണ്ടാണ് എത്ര ആൾക്കാരുണ്ടായിരുന്നു അതിൽ നിന്ന് എത്ര ആൾക്കാർ കുറഞ്ഞു എന്നുള്ളത് അതേ ഇൻറ്റു 100% കാണാൻ എപ്പോഴും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. Third question, a shopkeeper buys 80 articles for rupees 2,400 and sells them for a profit of 16%. Find the selling price of one article. അപ്പോൾ ഇവിടെ നമുക്ക് സെല്ലിംഗ് പ്രൈസ് ആണ് കാണേണ്ടത്. കോസ്റ്റ് പ്രൈസും പ്രോഫിറ്റ് പെർസെൻറ്റേജും ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് കാണണമെങ്കിൽ നമുക്കറിയാം ഫോർമുല SP ഈക്വൽ ടു 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു CP. ഇതാണ് നമ്മുടെ SP കാണാനുള്ള ഫോർമുല. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണ് തന്നിട്ടുള്ളത്, അതായത് കോസ്റ്റ് പ്രൈസ് ഓഫ് 80 ആർട്ടിക്കിൾസിൻ്റെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് SP-യും 80 ആർട്ടിക്കിൾസിൻ്റെതാണ് കിട്ടുക. അവിടെ എന്താണ് കാണേണ്ടത്, സെല്ലിംഗ് പ്രൈസ് ഓഫ് 1 ആർട്ടിക്കിൾ ആണ്. അപ്പോൾ 1 ആർട്ടിക്കിളിൻ്റെ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, അതിനെ 80 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, തന്ന കാര്യങ്ങൾ എഴുതാം. CP ഓഫ് 80 ആർട്ടിക്കിൾസ് എത്രയാണ് തന്നിട്ടുണ്ട്, 2,400 rupees, 2,400. ഇനി അവിടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, എത്രയാണ്, 16%. ഇനി SP ഓഫ് 80 ആർട്ടിക്കിൾസ്, 80 ആർട്ടിക്കിൾസിൻ്റെ SP കാണാം എങ്ങനെയാ, 100 പ്ലസ് 16 ഡിവൈഡ് ബൈ 100 ഇൻറ്റു CP എന്ന് പറയുന്നത് ഇവിടെ 2,400. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, 116 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 2,400 അല്ലേ. അപ്പോൾ ഇവിടെ 0 0 ക്യാൻസലായി. 24നെ 116 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 6 4 12 3 2 2784 ആണ് നമുക്ക് 80 ആർട്ടിക്കിൾസിൻ്റെ പ്രൈസ് SP. ഇനി SP ഓഫ് 1 ആർട്ടിക്കിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 1 ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെ കിട്ടും, നമുക്ക് 2784 ഡിവൈഡ് ബൈ 80 ചെയ്യാം. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ, അതായത് 8 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് പോയിന്റ് ഇടാം, അതായത് കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ 2784 ഇതിനെ ഞാൻ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 3s are 24 ആയി. ഇവിടെ 38, 38ൽ 8 4s are 32, 6 64ൽ 8, അതായത് 348 ആണ് കിട്ടുന്നത്. 348 അവിടെ 80 കൊണ്ടായിരുന്നു ഡിവൈഡ് ചെയ്യേണ്ടത്, നമ്മൾ 8 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ ഒരു 10 ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 34.8, അതായത് 34.8 ആണ് SP ഓഫ് 1 ആർട്ടിക്കിൾ. 0.8 എന്ന് പറഞ്ഞാൽ 80 പൈസ. അപ്പോൾ 34.8 റുപ്പീസാണ് 1 ആർട്ടിക്കിളിൻ്റെ SP. സെല്ലിംഗ് പ്രൈസ് ആണ് നമുക്ക് കാണാൻ പറ്റുള്ളത്. അപ്പോൾ 4th ക്വസ്റ്റ്യൻ, the cost of an article was rupees 15,500. 450 rupees were spent on its repair. If it is sold for a profit of 15%, find the SP of the article. ഇവിടെ നമുക്ക് CPയും പ്രോഫിറ്റ് പെർസെൻറ്റേജും തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ SP കാണാനുള്ള ഫോർമുല നേരത്തെ ചെയ്തത് തന്നെ, 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു CP തന്നെയാണ്. പക്ഷേ ഇവിടെ CPയിൽ ഒരു പ്രശ്നം, അതായത് CP എന്ന് പറയുന്നത് 15,500ഉം അതിൻ്റെ കൂടെ അതിന് റിപ്പയറിംഗ് ചാർജ് ആയിട്ട് എത്ര വന്നിട്ടുണ്ട്, 450. അപ്പോൾ ഇവിടെ കോസ്റ്റ് ഓഫ് ആർട്ടിക്കിൾ, അതായത് കോസ്റ്റ് പ്രൈസ് ഓഫ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ആ 15,500ൻ്റെ കൂടെ ആ റിപ്പയർ ചാർജിൻ്റെ 450 അതും കൂടി ആഡ് ചെയ്ത് അത്രയും പൈസ കൊടുത്തിട്ടാണ്, അതായത് നമ്മളിപ്പോൾ 15,500 റുപ്പീസിന് ഒരു സാധനം വാങ്ങി അതിൻ്റെ റിപ്പയർ ചാർജും കൂടി നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായി അല്ലേ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് അതിനേക്കാളും കൂടുതൽ പൈസക്ക് വിറ്റാൽ മാത്രമേ നമുക്ക് ലാഭം ഉണ്ടാവുള്ളൂ. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ 15,500ഉം അതിൻ്റെ കൂടെ 450യും ആഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 15,950 ആണ് കോസ്റ്റ് പ്രൈസ്. ഇനി നമുക്ക് SP കണ്ടുപിടിക്കാം. SP എന്ന് പറയുന്നത് 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റ്, 100 പ്ലസ് 15 ചെയ്യാം. 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 115 ആയി. അപ്പോൾ 115 ഡിവൈഡ് ബൈ 100 ഇൻറ്റു, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താമേ, 115 ഡിവൈഡ് ബൈ 100 ഇൻറ്റു CP എന്ന് പറയുന്നത് 15,950. ഇനി എന്ത് ചെയ്യുക, ഒരു 0 മാത്രം നമുക്ക് ക്യാൻസലായി പോകുന്നുള്ളൂ. 115ന് 15,595 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇൻറ്റു 115. അപ്പോൾ ഇവിടെ 5 2
45 47 4 25 plus 4 29 2 7 ഇനി 5 9 5 1 5 9 5 1 ആഡ് ചെയ്യാം 12 ഇവിടെ 18 18 1 19 19 plus 5 24 2 12 14 14 plus 9 23 2 8 അപ്പോൾ ഇത്രയാണ് കിട്ടുന്നത് 1 8 3 4 2 5 ഇവിടെ എത്രയുണ്ട് ഡിവൈഡ് ബൈ 10 ഉണ്ട് അപ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ഇങ്ങോട്ടേക്ക് പോകും അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഡിവിഷൻ ആണെങ്കിൽ പോയിന്റ് ലെഫ്റ്റിലോട്ടാണ് പോവുക മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ റൈറ്റിലേക്ക് പോകും അപ്പോൾ ഇവിടെ ഒരു പ്ലേസ് നമ്മൾ ഇവിടെ ഇങ്ങനെ പോയിന്റ് ഇടുക അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ് റുപ്പീസ് ഇവിടെ നമുക്ക് എസ് പി ഓഫ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് റുപ്പീസ് 18,342.5 ആണ് കിട്ടുന്നത് അപ്പോൾ ഇവിടെ റുപ്പീസ് അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ ഇപ്പോൾ 5th ക്വസ്റ്റ്യൻ എ VCR ആൻഡ് TV were bought for ₹8,000 each അപ്പോൾ ഓരോന്നിൻ്റെയും പ്രൈസ് അതായത് കോസ്റ്റ് പ്രൈസ് ഓഫ് TV എന്ന് പറയുന്നത് 8,000 തന്നെ VCRൻ്റെതും 8,000 ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത് അതുപോലെ ഇവിടെ അതായത് ഷോപ്പ് കീപ്പർ മേക്സ് എ ലോസ് ഓഫ് 4% ഓൺ VCRന് ലോസ് ആണ് അപ്പോൾ ലോസ് പെർസെൻറ്റ് ഓഫ് VCRൻ്റെ ലോസ് പെർസെൻറ്റ് എന്ന് പറയുന്നത് അവിടെ 4% ആണ് TVക്ക് പ്രോഫിറ്റ് ആണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 8% തന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഫൈൻഡ് ദ ഗെയിൻ ഓർ ലോസ് പെർസെൻറ്റ് ഓൺ ദ ഹോൾ ട്രാൻസാക്ഷൻ ആണ് നമുക്ക് ചോദിക്കുന്നത് അപ്പോൾ ടോട്ടൽ SP-യും ടോട്ടൽ CP-യും നമുക്ക് കിട്ടണം അതായത് TVയുടെയും VCRൻ്റെയും കോസ്റ്റ് പ്രൈസ് ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എത്രയാണ് അവിടെ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 8,000 plus 8,000 16,000 ആണ് ഇനി നമുക്ക് അതുപോലെ സെയിൽ പ്രൈസ് കണ്ടുപിടിക്കണം ഇവിടെ ഒന്ന് ലോസ് ആണ് VCRന് ലോസും TVക്ക് പ്രോഫിറ്റ് പെർസെൻറ്റും ആണ് അപ്പോൾ നമുക്ക് VCRൻ്റെത് കാണാൻ വേണ്ടി ലോസ് പെർസെൻ്റ് ആണെങ്കിൽ SP കാണാനുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ SP ഓഫ് VCR ആണ് നമ്മൾ ആദ്യം കാണുന്നത് അതായത് VCRന് എന്താണ് ലോസ് ആണ് അപ്പോൾ 100 മൈനസ് ലോസ് പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു CP ആണ് CP എത്രയാണ് ഇവിടെ 8,000 അപ്പോൾ ഫോർമുല അറിയില്ലെങ്കിൽ അവിടെ എഴുതുക ലോസ് പെർസെൻ്റ് ആണെങ്കിൽ SP എന്ന് പറയുന്നത് 100 മൈനസ് ലോസ് പെർസെൻറ്റ് നമ്മൾ ഫസ്റ്റ് എഴുതിയത് തന്നെ ഡിവൈഡ് ബൈ 100 ഇൻറ്റു CP SP ഈക്വൽ ടു 100 മൈനസ് ലോസ് പെർസെൻറ്റേജ് മൈനസ് ആവുന്നു അത്രയേ ഉള്ളൂ ഡിവൈഡ് ബൈ 100 ഇൻറ്റു 8,000 CP അപ്പോൾ ഇവിടെ എത്രയാണ് 96 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 8,000 ഇവിടെ 2 0 നമുക്ക് ക്യാൻസലായി 96നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം 96 ഇൻറ്റു 8 എന്ന് പറയുന്നത് 48 4 72 പ്ലസ് 4 76 768 ഇവിടെ ഒരു 0 ഉണ്ട് അപ്പോൾ 7,680 ആണ് SP VCRൻ്റെത് ഇനി SP ഓഫ് TVയുടേത് ഇവിടെ നമുക്കറിയാം പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് അപ്പോൾ 100 plus 8 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 8,000 അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണ് കിട്ടുക അതായത് 108 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 8,000 ഇത് ചെയ്യുമ്പോൾ 2 0 നമുക്ക് ക്യാൻസലായി 108 ഇൻറ്റു 8 ചെയ്ത് നോക്കാം 108 ഇൻറ്റു 8 64 6 8 864 ആണ് വരുന്നത് അപ്പോൾ 8,640 ഇത്രയാണ് ഇത് SP ഓഫ് TV നമുക്കിപ്പോൾ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇനി എന്ത് ചെയ്യണം ടോട്ടൽ SP കാണണം ടോട്ടൽ SP എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എന്ത് കിട്ടും ടോട്ടൽ SP ഈക്വൽ ടു 8,640 പ്ലസ് 7,680 ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ടോട്ടൽ SP കിട്ടും എന്നിട്ട് ഏതാണ് SP ആണോ കോസ്റ്റ് പ്രൈസ് ആണോ വലുത് നോക്കുക SP ആണ് വലുതെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും അതായത് ഗെയിൻ ആയിരിക്കും CP ആണ് വലുതെങ്കിൽ ലോസ് ആയിരിക്കും അപ്പോൾ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം 8,640 പ്ലസ് 7,680 ആഡ് ചെയ്യുമ്പോൾ 13 56 അപ്പോൾ 16,320 ആണ് വരുന്നത്
അപ്പോൾ ടോട്ടൽ CP എന്ന് പറയുന്നത് 16,000 ആണ്, ടോട്ടൽ SP എന്ന് പറയുന്നത് 16,320 ആണ്. അപ്പോൾ SP ആണ് ഗ്രേറ്റർ. അപ്പോൾ എന്താണ് നമുക്ക് ഗെയിൻ ആണ്. ഗെയിൻ എന്ന് പറയുന്നത് എത്രയാണ്? SP മൈനസ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആണ്. ഗെയിൻ ഈക്വൽ ടു SP മൈനസ് CP. അതായത് ഇവിടെ 16,320 മൈനസ് 16,000. അപ്പോൾ എത്രയാണ് നമുക്ക് വരുന്നത്? 320 ആണ് വരുന്നത്. മൈനസ് ചെയ്യാം. ഇനി നമുക്ക് എന്ത് കാണണം? ഇവിടെ ഗെയിൻ ഓർ ലോസ് പെർസെൻറ്റേജ് കാണണം. അപ്പോൾ ഇവിടെ ഗെയിൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ് പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100. അതായത് പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100 ആണ് നമുക്ക് കിട്ടേണ്ടത്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇവിടെ 320 ആണ്, ഡിവൈഡ് ബൈ CP എന്ന് പറയുന്നത് ടോട്ടൽ CP ആണ്. 2 TVയും VCR ഉണ്ട്, അതുകൊണ്ട് രണ്ടിനെയും കൂടി ഉള്ളത് എടുക്കണം. 16 ട്രാൻസാക്ഷൻ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്, അതുകൊണ്ട് രണ്ടിനെയും കൂടി എടുക്കുക. ഇവിടെ ക്യാൻസലായി, 0 ക്യാൻസലായി, ഇവിടെ 2. അപ്പോൾ നമുക്ക് ഗെയിൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ 2% ആണ് കിട്ടുന്നത്. അപ്പോൾ ഗെയിൻ ആണ് കിട്ടിയത്. ടോട്ടൽ SP കാണുക, ടോട്ടൽ CP കാണുക, എന്നിട്ട് മൈനസ് ചെയ്ത് നോക്കിയിട്ട് അത് നമുക്കറിയാം SP വലുതാണെങ്കിൽ എന്തായിരിക്കും? ഗെയിൻ ആയിരിക്കും. എന്നിട്ട് അതിൻ്റെ ഗെയിൻ പെർസെൻറ്റേജ് കാണുക. ഗെയിൻ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഗെയിൻ ബൈ CP ഇൻറ്റു 100 വെച്ചിട്ട് അത് കണ്ടുപിടിക്കുക. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ. ഓക്കെ.